എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരൺ വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും ദീപ ഇറങ്ങി ചെന്നു. ദീപയോട് ചോദിച്ചു, അല്ലമ്മേ കല്യാണി വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ലടാ മോനെ. എന്താ കാര്യം എന്ന് ചോദിക്കാം. ഞാനവളോട് വിളിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു പറയണ. ഗുഡ് ന്യൂസ് എന്താ? കാദംബരി ചേച്ചി പ്രസവിച്ച് ഒരാൺകുഞ്ഞാന്ന് പറയണ. ആഹാ, പ്രസവിച്ചോ? ദൈവമേ, ഞാനവിടെ ഇല്ലാതെ പോയല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു പറയാം. അമ്മയും കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നു പറയാം. പോരാത്തന് ആ പ്രകാശും ഭാനുമതി അമ്മയ്ക്ക് അവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. അവരുണ്ടായിരുന്നു അവിടെ. ദുഷ്ട കൂട്ടങ്ങള്. എന്ത് ചെയ്യാനമ്മേ, ഇപ്പൊ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുവാന്ന് പറയണ. ഇത് കേട്ടതും ദേവി പറഞ്ഞു, അത് ശരിയാ. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു അവരുടെയൊക്കെ വീട്ടിൽ കൂടെയൊക്കെ തെണ്ടാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ട കിരൺ പറഞ്ഞു, ഇനിയിപ്പൊ അങ്ങനെയായിരിക്കും. അവസാന കാലത്ത് തെണ്ടി ജീവിക്കാനായിരിക്കും യോഗം കിട്ടിയിരിക്കുന്നത് അമ്മയ്ക്കും മോനും കൂടെ. അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന് പറയണം. ദേവ് പറഞ്ഞു, ചെയ്ത് പോയ ക്രൂരതകൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് മീതെ ഇപ്പം ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത രണ്ടു മൂന്നെണ്ണങ്ങളാ അവര്. എന്ത് ചെയ്യാനാന്ന് പറ. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, എത്ര കിട്ടിയാലും കല്യാണിയല്ല കിരൺ പറഞ്ഞു, എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യാനമ്മയെന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം രതീഷും കല്യാണിയും കൂടെ ലേബർ റൂമിന്റെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്ക് നേഴ്സ് കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരുവാണ്. കല്യാണിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. കല്യാണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. പിന്നീട് രതീഷിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. നോക്കി രതീഷ് ചേട്ടാ എന്ന് പറയണം. രതീഷ് പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു ആശ്വാസമായെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഡിസ്ചാർജ് ആയി ഭാനുമതിയമ്മയും പ്രകാശനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് പ്രകാശനോട് ഭാനുമതിയമ്മ പറഞ്ഞു, ഇതെങ്ങ് നോക്കടാ, രതീഷും കുഞ്ഞും കൂടെ. എടാ നമുക്കൊന്ന് പോയി കാണാന്ന് പറയണം. വേണ്ട എന്ന് പറയണം. എന്താണ് മോനെ, നീ വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് ഭാനുമതി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രതീഷ് വെച്ച് എന്താന്ന് ചോദിക്കുക. അല്ലട മോനെ, കുഞ്ഞുണ്ടായില്ലേ? എന്ത് കുഞ്ഞാടാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി നോക്കുകയാണ്. കുഞ്ഞിനെ പുതപ്പിച്ചിരിക്കുന്ന ടർക്കി. അയ്യോ, ആൺകുഞ്ഞല്ലേ? എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറയാം. ഒരു ആൺകുഞ്ഞിനെ തന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും രതീഷിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, ഓ നീ രക്ഷപ്പെട്ട മോനെ, കൺഗ്രാസ് എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷേങ്കില് രതീഷ് കൈ കൊടുത്തില്ല. ഓ വേണ്ട, നിനക്ക് വലിയ ജാടയായിരിക്കും ഒരു ആൺകുഞ്ഞ് പറഞ്ഞേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ആൺകുഞ്ഞ് കുറെ സമയമല്ല കേൾക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ആൺകുഞ്ഞിനോടുള്ള പൂതി ഇതിലായിട്ടും തീർന്നില്ലെന്ന് ചോദിക്കാം. അപ്പോഴേക്കും നേഴ്സ് വന്ന് കുഞ്ഞിനെ അകത്തേക്ക് വാങ്ങിച്ചോണ്ട് പോവാം. നിനക്ക് നാണമുണ്ടോ? ഇത്രയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ പഠിച്ചില്ലല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ രതീഷേട്ടാ, ചിലരുണ്ട് എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തി. എന്നിട്ട് പോലും ആൺകുഞ്ഞെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുത്തനുള്ളത് എവിടെയാ എന്താന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ നടക്കുവാന്ന് പറയാ. അല്ല, അവനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് ഭാനുമതിയമ്മയും പ്രകാശനും കൂടെ. അവനിവിടെ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം കല്യാണിക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണി ചോദിക്കുന്നത്, ഇവരെന്തായാലും അറിഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് ഭാനുമതിയും പറഞ്ഞു, എടാ മോനെ, ഇനിയിപ്പം വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടേ? രണ്ടുപേരും ജോലിക്ക് പോണ സമയത്ത് കുഞ്ഞിനേക്ക് ആര് നോക്കും? ഇത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, അത് ഞങ്ങൾ നോക്കിയോളാം എന്ന് പറയാം. എന്നാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ വരാം. എനിക്കാണ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാടാ. പോരാത്ത എൻ്റെ ഒരു പേരക്കുഞ്ഞും കൂടെ അല്ലേ, ഞാൻ നോക്കാന്ന് പറയണം. വേണ്ട വേണ്ട, ഒരുത്തരും നോക്കാൻ വരണ്ട. എനിക്കറിയാം നോക്കാനായിട്ട്, എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ടെന്ന് പറയാം. കല്യാണം പറഞ്ഞു, ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും നോക്കാൻ ഏർപ്പാടാക്കണമെങ്കിൽ രതീഷേട്ടൻ എന്നോട് പറഞ്ഞാൽ മതി. എത്ര പേരെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാന്ന് പറയാം. എന്നാലും അതല്ലല്ലോടി മോളെ, സ്വന്തം അമ്മൂമ്മ നോക്കുന്ന പോലെ ആവില്ല എന്ന് പറയണം. ഒരമ്മൂമ്മ വന്നിരിക്കുന്നു, ഒന്ന് കടന്നു പോകുന്നുണ്ടോ എന്ന് രതീഷ് ചോദിക്കുകയാണ്. ആ സമയം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, എങ്ങോട്ട് പോകാനടാ? ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പോകാനൊരിടവില്ല. ആ അങ്ങനെ വരട്ടെ, രണ്ടുപേരോട് ഒരു കാര്യം ചെയ്യാം, ആ തെരുവിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോ. ഒരു തോർത്തോട് വിരിച്ച് അവിടെ പോയിരുന്നു, അതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. അതാകുമ്പോ കൈ നിറയെ പൈസയും കിട്ടിക്കോളൂല്ലോ എന്ന് പറയണം. എടാ രതീഷേ, ഇപ്പോഴെനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ കാണിച്ചു തരാടാ, ഒക്കത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം ഭാനുമതി അമ്മേനും കൂട്ടി അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്ത് ഭാനുമതിയമ്മ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, ആ വിക്രത്തിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ വിക്രത്തിനെ വിളിക്കുവാണ്. വിളിച്ചിട്ട് കിട്ടിയില്ല. അവൻ മുങ്ങിയതാടാ, ഹോസ്പിറ്റലിൽ പൈസയൊക്കെ അടയ്ക്കണമല്ലോ. അപ്പൊ അവനെ സഹിച്ചില്ല. എന്നാലും ആൺകുഞ്ഞാന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ കല്യാണിയും കിരണൊക്കെ പറഞ്ഞ ശരിയാ, വല്ല പ്രയോജനം ഉണ്ടോടാ അവനെ കൊണ്ട്. ഇതിനേക്കാളും ഭേദം പെമ്പിള്ളേർ തന്നെയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അവൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കിരൺ അങ്ങോട്ട് വന്നിറങ്ങുന്നേ. കിരൺ കണ്ട് പ്രകാശനെ ഭാനുമതിയമ്മേനെ. കിരൺ അങ്ങോട്ട് വരുവാണ്. ആഹാ, രണ്ടുപേരും എങ്ങോട്ടാ? പുറത്ത് നല്ല പൊരുവേല, നല്ല ചൂടുണ്ടെന്ന് പറയാണ്.
ഇനിയിപ്പോ വല്ല ആലിന്റെ ചുവട്ടിലൊക്കെ പോയിരിക്കെ, അല്ലാതെ നിവൃത്തിയില്ലോ എന്ന് പറയണം. അത് കേട്ടതും ഭാനുമതി പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താടാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, എനിക്കെന്താ, എനിക്കൊന്നുമില്ല. പക്ഷേങ്കിലേ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയതിനൊക്കെ അനുഭവിക്കാതെ തരം ഉണ്ടോന്ന് ചോദിക്കാം. പ്രകാശം പറഞ്ഞു, അതെ, ഞങ്ങളുടെ കാര്യം നോക്കാനായിട്ട് ഞങ്ങൾക്കറിയാം. നീ കൂടുതൽ ഇടപെടാൻ വരണ്ടെന്ന് പറയണം. നീ കൂടുതൽ അഹങ്കരിക്കണ്ട. നീ വലിയ ആളാന്നുള്ള ചിന്ത വേണ്ട. അധികം വൈകാതെ കണ്ടോ നിന്റെ എല്ലാം തകർന്ന് തരിപ്പണായി പോകുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഭാനുമതിയും പറഞ്ഞു, അതേടാ, അങ്ങനെ തന്നെയാ വരത്തുള്ളൂ എന്ന് പറയണം. ഇത്രയായിട്ട് നിങ്ങൾ പഠിച്ചില്ലല്ലേ? നാണമുണ്ടോ നീക്ക് രണ്ടുപേർക്കൂടെ? ഒന്നുമല്ലേലും ഇപ്പൊ തെണ്ടിയല്ലേ ജീവിക്കുന്നേ, എന്നിട്ടാണ് ഈ അഹങ്കാര വർത്താനം പറയണേ. വലിയ രാജകുമാരനും രാജാവൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? രാജകുമാരൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കുക. അല്ല, അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവനെന്തിയെ? അവനെ കൂടെ കണ്ടില്ലോ എന്ന് പറയണം. അത് കേട്ട ഭാനുമതി അമ്മ പ്രകാശനെ നോക്കുകയാണ്. ഭാനുമതി അമ്മ പറഞ്ഞു, അവനിവിടെ ഇല്ലാന്ന് പറയാം. അവന്റെ കയ്യിലിരിപ്പ് വെച്ച് അവനിവിടെ ഉണ്ടാവാനേ വഴിയില്ല. നിങ്ങളുടെ അല്ലേ കൊച്ചുമോന്, അവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിരിക്കുന്നത് നല്ലതാ. അവന് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോന്ന്. ഇത് കേട്ടവൻ പ്രകാശന്റെ അന്താളിപ്പോടുകൂടി ഭാനുമതിയമ്മേനെ നോക്കുകയാണ്. ഇനി ഇവൻ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിൽ. പിന്നീട് കിരൺ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ പ്രകാശ്, അവൻ പറഞ്ഞ് ശരിയാടാ, ചുട്ടു പൊള്ളുന്ന വേല. നമ്മൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുക. തെരുവിലേക്ക്, അല്ലാതെ പിന്നെ എങ്ങോട്ടാ? എടാ പ്രകാശ, നിനക്കത് പറയാം, പക്ഷെ എന്ത് ചെയ്യാനാ? തെരുവിൽ പോയി അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? രാത്രിയിലൊക്കെ എന്ത് ചെയ്യൂടാ? കിടക്കാൻ ഒരു വീടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല. അമ്മയും കൂടെ നടക്കാനും പറഞ്ഞങ്ങ് നടക്കുവാണ്. പിന്നീട് കിരൺ താരയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും കല്യാണി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം കല്യാണി കിരണിനോട് പറഞ്ഞു, ഞാൻ താരാൻ്റിയോട് പറയുമായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് പോകാന്ന്. പക്ഷെ താരാൻ്റി സമ്മതിക്കുന്നില്ല എന്ന് പറയാ. എന്താ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ? ആൻറ്റി ഇനിയിപ്പോൾ തന്നെ ആ വീട്ടിൽ പോയി താമസിക്കാനാ? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ പോയി തന്നെ താമസിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷം അവൾ കടന്നു വരാം. ആ സരയു ഇനി അവൾ വന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു കാരണവശാലും ആൻറ്റീനെ തനിച്ചങ്ങോട്ട് വിടത്തില്ലെന്ന് പറയാം. പിന്നീട് കല്യാണം പറഞ്ഞു, ആ പ്രകാശനും ആ ഭാനുമതി ഉണ്ടല്ലോ, 2 ഉണ്ടായിരുന്നു മുമ്പേ എൻ്റെ രതീഷേട്ടൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട്. ഞാനിപ്പോൾ കണ്ടിട്ടാ കയറി വരുന്ന പറയാം. ദുഷ്ട കൂട്ടങ്ങൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയണം. ഇപ്പോഴും അവർക്ക് ആൺകുഞ്ഞിനോടാണ് പൂതി തീർന്നിട്ടില്ലെന്ന് പറയാം. കിരൺ പറഞ്ഞു, 2 കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാ എന്താണെന്നും അറിയത്തില്ലെന്ന് പറയാം. എവിടെയെങ്കിലും കാണുമായിരിക്കും പോയി കുത്തിയിരിക്കുന്നത്. ഇനിയിപ്പം ജോലി വേണം, കൂലി വേണം, 4 നേരം ഫുഡ് കഴിക്കണ്ടേ? ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ആ തള്ള പിന്നെ എവിടെയെങ്കിലും തെണ്ടിപ്പോയാണ് മകന് കൊണ്ടേ കൊടുത്തോളും. ആ കാര്യത്തിൽ ഒരു സമാധാനമുണ്ട്. കൊച്ചുമാനെന്ന് പറഞ്ഞ ഒരുത്തനുള്ളതെങ്കിൽ അവനെ കൊണ്ടൊരു കറിവേപ്പിലോട് ഉപകാരം പോലും ഇല്ലാത്തൊരവസ്ഥയാന്ന് പറയാം. അല്ല കല്യാണി, ഇനിയിപ്പോൾ അവൻ കുറച്ച് ദിവസത്തേന് എഴുന്നേക്കില്ല, അവനൊന്നിനും പറ്റില്ലല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പം താര പറഞ്ഞു, അത് ശരിയാ, എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടന്മാരുണ്ടോന്ന് ചോദിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി, ഈ ഭൂമിയിൽ ഇങ്ങനെ ചിലരൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് താരയും ഡിസ്ചാർജ് ചെയ്തോണ്ട് കിരൺ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ദേവി ഓടി ഇറങ്ങി ചെന്നു. അയ്യോ, ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയണേ. അത് കുഴപ്പമില്ല എന്ന് പറയണേ. ആ സമയം അപ്പുറത്തെ വീടിൻ്റെ അവിടെ നിന്ന് സരിയു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഈ സമയം കിരൺ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും സരിയു പെട്ടെന്ന് കഥ അങ്ങോട്ട് ജനലങ്ങോട്ട് വലിച്ചടക്കി വേണം. കിരൺ പറഞ്ഞു, ഇതെങ്ങ് നോക്കാൻറ്റി, അവിടെ ഒന്ന് ഒരുത്തി നോക്കുന്നുണ്ടായിരുന്നു, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയണം. പിന്നീട് ദേവിയോട് പറഞ്ഞു, അമ്മേ എപ്പോഴും ഒരു കണ്ണ് വേണം ആൻറ്റിയുടെ മേലെ. കാരണം മറ്റൊന്നുമല്ല, ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആൻറ്റീനെ ഇല്ലാതാക്കാനായിട്ട് ഏത് സമയത്ത് അവൾ ഇങ്ങോട്ട് കടന്നു വരാമെന്ന് പറയണം. അല്ല ബൈജു എന്തിയാ, ബൈജുവിനെ കണ്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞും പറഞ്ഞു, ബൈജുവിന് കാലിന് ചെറിയൊരു വേദന, അവൻ തിരുമിക്കാനെന്നും പറഞ്ഞ് പോയതാന്ന് പറയാം. അവനോട് എത്ര വട്ടം പറഞ്ഞു, കാല് ബല ഇൻഫെക്ഷൻ ആവുമോ എന്തോ ചെയ്യുമോന്ന് അറിയത്തില്ല. അങ്ങനെ ഉണ്ടല്ലോ അവനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം അമ്മ. ഇനി അവനോട് ഇവിടെ ഇരിക്കില്ലെന്ന് പറയണം എന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം. അല്ല അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ മറ്റോ പോകണമെന്നുണ്ടോന്ന് ചോദിക്കും. അതെ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അമ്മ ഹോസ്പിറ്റലിലേക്ക് പോക്കോ, താനാൻ്റെ അടുത്ത് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ നിന്നോളാന്ന് പറയണം. പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ദീപ. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും രതീഷും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നു ഇതിലായിട്ടും. പിന്നീട് രതീഷിൻ്റെ അടുത്ത് എന്നിട്ട് ദീപ ചോദിച്ച്, എങ്ങനെയുണ്ട് മോനെ, ഇപ്പം നിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയെന്ന് ചോദിക്കാം. ഇപ്പം മാറിയുമേ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ആകെപ്പാടൊരു വെപ്രാളമായിരുന്നു അറിയാം. പിന്നീട് കല്യാണി പറഞ്ഞു, അവർ വന്നിട്ടുണ്ടായിരുന്നു, അപ്രകാശനും ഭാനുമതിമേ. എന്നിട്ടോ കുഞ്ഞിനെ കണ്ടോന്ന് ചോദിക്കും. കുഞ്ഞിനെ കണ്ടെന്ന് പറയാം. ആൺകുഞ്ഞാന്ന് അറിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നിൽക്കുക. അതെ, പോവാനൊരു ഇടവില്ലാത്ത അവസ്ഥയല്ല, 2 കൂടെ ഇറങ്ങിപ്പോയിക്കുന്നു പറയാം. ഇത് കേട്ടെന്ന് ദീപ പറഞ്ഞു, ഇറങ്ങട്ടെ, അങ്ങനെ ഇറങ്ങിപ്പോട്ടെ, ഇതൊന്നും അല്ല, ഇനിയും കിട്ടാൻ പോകുന്നുള്ളൂ. കൈരിപ്പത്രം നല്ലതാണല്ലോ, എത്ര കിട്ടിയാലും പഠിക്കില്ല. പിന്നെ ആ ദുഷ്ടനായിട്ട് ഒരുത്തനുണ്ടല്ലോ എൻ്റെ വയറ്റിൽ പിറന്നവന്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അല്ല അവനെന്താ സംഭവിച്ചെന്ന്
ഇതുവരെയായിട്ട് ആ പ്രകാശനും ഭാനുമതിയമ്മയ്ക്കും അറിയില്ല എന്ന് പറയണം. മകനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വളർത്തണം. എൻ്റെ മുന്നിലെങ്ങാനും വന്നായിരുന്നെങ്കിൽ ഞാൻ അവരോട് 4 വർത്താനം പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞാ വിട്ടിരിക്കുന്നത് അമ്മേ, അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ടെന്ന് പറയണം. പിന്നീട് രതീഷിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമോനെ, നീ 2 ദിവസമല്ലേ വന്നിട്ട്, നീ പോയൊരു കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വേഷം മാറ്റിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനും കല്യാണി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ രതീഷ് വീട്ടിലേക്ക് പോവാം. ഈ സമയം ദേവിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ആ ദുഷ്ടന് ആ വയ്യാത്ത താരനെ കൊല്ലാൻ ശ്രമിച്ചല്ലോ, അതെനിക്ക് ഓർക്കുന്തോറും ആകെപ്പാട് ടെൻഷൻ ആവുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അമ്മ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. വെറുതെ എന്തിനാ ഓരോന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇനിയിപ്പോൾ അവനൊന്നും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. അവൻ മോളിൽ കിടപ്പുണ്ടല്ലോ, അവനവിടെ കിടക്കട്ടെ എന്ന് പറയാം. കൈയും കാലും കൂടി ഓടിച്ചിടണമായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു, അത് ശരിയാ, ഓടിച്ചിടുമായിരുന്നേ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു, എഴുന്നേക്കത്തില്ലായിരുന്നല്ലോ, അവിടെ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കണമായിരുന്നു. പിന്നെ അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാകത്തില്ലോ എന്ന് പറയണം. പിന്നീട് രതീഷ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും താക്കോല് വെക്കുന്നിടത്ത് നോക്കിയിട്ട് താക്കോല് കാണുന്നില്ലേ. താക്കോല് ഇത് എവിടെ പോയി? വല്ല കള്ളന്മാരും കയറിയോ? ഇതിനകത്ത് വല്ല കള്ളന്മാരുമാണോ? എന്ത് ചെയ്യണം നടത്തില്ല. രതീഷിന് ആ പാടൊരു വെപ്രാളവും പരിഭ്രമവും ഒക്കെ ആയി. പിന്നീട് രതീഷ് അങ്ങ് തിരിഞ്ഞടക്കാൻ തോന്നുന്ന സമയത്ത് അകത്തുനിന്ന് ഒച്ചപ്പാടും വെള്ളമൊക്കെ ഇട്ട് പാത്രമൊക്കെ താഴേക്ക് വീഴുന്നൊക്കെ. ഇതാരാ പോലും എന്ന് കരുതിയിട്ട് രതീഷ് പോയി കഥയെ മുട്ടുവാണ്. മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കഥ തുറന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ഭാനുമതി അമ്മയായിരുന്നു. അപ്പൊ വേറെ നിവൃത്തിയില്ലാതെ വന്ന് കഥകം തല്ലിപ്പൊളിച്ച് അകത്ത് കയറി ഇരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോ വിശേഷത്തിൽ വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.